രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് നാളെ. ജനക്ഷേമത്തിലൂന്നിയുള്ള ബജറ്റ് എന്ന LDF നിലപാടിൽ ഇത്തവണയും മാറ്റമുണ്ടാകില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ക്ഷേമ പെൻഷൻ, റബ്ബറിന്റെ താങ്ങുവില, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എന്നിവയെല്ലാം ബജറ്റിൽ ഇടം നേടുമെന്നാണ് സൂചന. നിലവിലെ വികസന പദ്ധതികൾക്കുള്ള നീക്കിയിരിപ്പിന് പുറമെ പുതിയ പദ്ധതികളും സംസ്ഥാന ബജറ്റിൽ ഇടം നേടും. ഒപ്പം കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം മറികടക്കുന്നതിനുള്ള നടപടികളും ബജറ്റിലുണ്ടാകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ധനമന്ത്രി KN ബാലഗോപാലിന്റെ ആറാമത്തെയും രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന ബജറ്റുമാണ് നാളെ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ജനക്ഷേമത്തിൽ ഊന്നിയുള്ള വികസനം എന്ന LDF സർക്കാരിന്റെ മുദ്രാവാക്യത്തിൽ ഊന്നിത്തന്നെയാണ് ഇത്തവണയും ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ തെറ്റായ നയങ്ങളിലൂടെ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ജനങ്ങളെ കൈവിടാതെയുള്ള ബജറ്റായിരിക്കും ഇത്തവണത്തേതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ കൈരളി ന്യൂസിനോട് വ്യക്തമാക്കി. തീർച്ചയായിട്ടും ജനക്ഷേമ ബഡ്ജറ്റായിരിക്കും. ഇടതുപക്ഷത്തിൻ്റെ എല്ലാ ബഡ്ജറ്റും ജനക്ഷേമ ബഡ്ജറ്റ് തന്നെയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കേരളത്തിന് കൂടുതൽ വികസനം ഉണ്ടാവണം, ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടണം, ഭാവി തലമുറയ്ക്കുൾപ്പെടെ വലിയ പ്രതീക്ഷ നൽകുന്നതായിരിക്കും. അതനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവും. എന്തായാലും ഇത് ഇടതുപക്ഷമാണെങ്കിൽ ചെയ്യാവുന്നതേ പറയൂ, പറയുന്നത് ചെയ്യും, വഴിയിലിട്ട് പോകത്തില്ല എന്നെല്ലാവർക്കും അറിയാം. വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ നിലവിലെ പദ്ധതികൾക്കുള്ള പ്രത്യേക നീക്കിയിരിപ്പിന് പുറമെ പുതിയ പദ്ധതികളും ബജറ്റിൽ ഉണ്ടാകുമെന്ന് ധനമന്ത്രി പറയുന്നു. നിലവിലുള്ള പദ്ധതികൾ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള കൂടുതൽ ഫണ്ടുകൾ വെക്കേണ്ടി വരും. പുതിയ പദ്ധതികളെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ വേണ്ടി വരും. കാരണം പുതിയ സാഹചര്യത്തിൽ നമുക്ക് വരാൻ പറ്റുന്ന നല്ല സാഹചര്യങ്ങൾ ഉപയോഗിച്ചിട്ട് അതിനുള്ള പദ്ധതികളുണ്ടാവും. ഇത് രണ്ടും ചേർത്തിട്ട് തന്നെയായിരിക്കും ചെയ്യുക. ജനങ്ങൾക്കുമേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കില്ല. എന്നാൽ കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തെ മറികടക്കുന്നതിനുള്ള നീക്കങ്ങളും ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് സൂചന. വരുമാനം വലിയ തോതിൽ ടാക്സ് വർദ്ധിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഇപ്പോൾ പറ്റില്ല, പരിമിതിയുണ്ട്. ആകെ ടാക്സ് ഏർപ്പെടുത്തുന്നത് മദ്യത്തിനും പെട്രോളിനും മാത്രമാണ്. പെട്രോൾ, ഡീസൽ, മദ്യം ഇതിന് കൂട്ടാൻ പറ്റത്തില്ല. മദ്യത്തിന് കൂട്ടിയിട്ടില്ല 5 വർഷമായിട്ട്. കൂട്ടിക്കഴിഞ്ഞാൽ മയക്കുമരുന്ന് ഇതിനേക്കാളും വില കുറഞ്ഞ് കമ്പോളത്തിൽ വരുമെന്നുള്ളതാണ് ഭയം. പെട്രോളിനും അധികം കൂട്ടാൻ പറ്റില്ല. അപ്പോൾ GST ആണ് നമ്മുടെ സെയിൽ ടാക്സ് ഉള്ളതങ്ങ് അവരെടുത്തുകൊണ്ട് പോയി GST ആയി. അതിനകത്ത് നിന്നുകൊണ്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക, കളക്ഷൻ വർദ്ധിപ്പിക്കുക, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നടക്കുന്നുണ്ട്. റബ്ബറിന്റെ താങ്ങുവില, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പിന്നാലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള പദ്ധതി, നിലവിൽ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷ, കണക്ട് ടു വർക്ക് പദ്ധതികൾ എന്നിവയ്ക്കും ബജറ്റിൽ പ്രത്യേക കരുതൽ ഉണ്ടാകും. കേവലം പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള മാർഗങ്ങളും സർക്കാർ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ധനമന്ത്രി പറയുന്നു. സർവ്വതല സ്പർശിയായിട്ടുള്ള ബജറ്റ് എന്ന സൂചനകൾ തന്നെയാണ് ധനമന്ത്രി KN ബാലഗോപാൽ നൽകിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.